തകപ്പച്ചേട്ടൻ അവിടെ കയറിയിരുന്ന ഞാനെന്നാ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നിങ്ങള്? അച്ഛനെ എവിടെ? മരത്തിന്റെ വെളിയിൽ കയറിയിരിക്കുക. അച്ഛാ എവിടെ? പിടിച്ചില്ലേ? ആ ചെവിയിൽ അടിച്ചു നോക്കി. ഇറങ്ങി താഴേക്ക് ഇറങ്ങി വാ. കാണിച്ചാ ഒരു ഒറ്റ ഒരു കസരട്ട് കൊടുത്ത് ഇറങ്ങി എന്തിനാ ഇതിന് മാത്രം സങ്കടപ്പെടണേ? എന്നെ ഇതിന് മാത്രം കരയാനുള്ള കാര്യം എന്താ? അച്ഛൻ കരയാണോ? അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ KSRTC കണ്ടക്ടർ ആയിരുന്നു. അതാണ് 8 മാസത്തെ പെൻഷൻ കുടിച്ചിട്ടുണ്ട്. അതാണ് കരയണം തോന്നുന്നു കേട്ടോ. നിങ്ങൾക്കാർക്കും ഇത് കാണാൻ പറ്റില്ല. ഇത് എന്റെ റിമോട്ട് ഇരിക്കണുണ്ടല്ലോ, എനിക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അല്ല വേറെ കാര്യം പറയാം. ഈ അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമല്ല, നമുക്ക് നേരിട്ട് കാണണം. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല? ഉടായ്പ കാണിച്ചിട്ട് കാര്യമല്ല, കാരണം ഞാനാണ് കൊണ്ടുവന്നത്. യോ ഇത് പെൻഡ്രൈവിൽ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനെ ഞാൻ കാണിച്ച റോബോട്ട് കമാൺ. അച്ഛൻ ചുമക്കുവാరు, വീഡിയോ വിളിക്കുവായിരുന്നു. അതാണ് ചുമക്കുന്നത്. എത്ര നാളാണ് കണ്ടിട്ട്? അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവന്ന അച്ഛാ? പിന്നെ ഞാൻ ഊട്ടി ടൂർ പോയിരിക്കുവായിരുന്നല്ലോ. അച്ഛാ കല്യാണം നടക്കുന്നില്ല അച്ഛാ. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയി തരണം അച്ഛാ. മോളെ നിന്റെ കല്യാണം നടക്കും കേട്ടോ. എന്റെ അളിയനെവിടെ? ഇവിടെ വന്ന അളിയ. ഈ നാറി ഈ വീട്ടിൽ കയറ്റുന്ന പല പ്രാവശ്യം പറഞ്ഞാണ്. ഇവൻ ഒരുത്തൻ കാരണം ഞാൻ ഗതി കിട്ട നിലയിൽ നിറയവാ. ഞാൻ മരിച്ചപ്പോ എന്റെ ജുബെടുത്തിട്ടിരിക്കുന്ന ജീവിച്ചിരുന്നപ്പോ നീ ഈ പിള്ളേർക്ക് സ്വത്ത് കൊടുത്തിട്ടില്ല. ആ നീ എന്റെ അടുക്ക് വരുന്നു. നീ വെള്ളം അടിക്കാതെ എനിക്ക് ഒരുത്തൻ കാരണം ഞാൻ മരിച്ചത്. ഇവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? എടാ ഞാൻ പറഞ്ഞ വണ്ടിക്കളി പോയി കയറാൻ. നിന്റെ ഇന്ന് ഞാനത് ഊരിയെടുക്കണം. ഈ സാമാനം ഊരിയെടുക്കണം. അപ്പൊ നിങ്ങൾ അളിയനൊളിയും നിങ്ങൾ ഭയങ്കര ഉടക്കല്ലേ? ഊരിയെടുത്ത് നന്നാ, ഇല്ലെങ്കിൽ റോബോട്ട് അടിച്ച് പരിപ്പിളക്കെ. ഡിസ്കി കയറ്റാം നമുക്ക്. ഒരു കാര്യം എല്ലാവരും വരൂ, ഇങ്ങൊരു നമുക്ക് ഡിസ്കി കയറ്റാം. ഇത് എന്നിട്ട് എന്താണ് ചടങ്ങ്? എന്താണ് ഇത് ചടങ്ങ്? നമ്മള് സാധാരണ എവിടെയെങ്കിലും കൊണ്ട് ആവാഹിച്ചിട്ട് നിമഞ്ജനം ചെയ്യുക, ഇതൊക്കെയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഇത് എവിടെയും കൊണ്ട് എറേസ് ചെയ്ത് കളയണം. കാശി രാമേശ്വരൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ സാധനത്തിന് ഇന്ത്യയിൽ എവിടെ ഒഴിക്കാലും ഈ പൂച്ചക്കുട്ടിയെ പോലെ 4 കാലേ വന്നു.